ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല കുറേ പാറ്റേൺസ്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നല്ല കുറച്ച് പാറ്റേൺസ് വന്നിട്ടുണ്ട്. നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ എടുത്ത കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് നല്ല നല്ല റിവ്യൂസ് വന്നിട്ടുണ്ട്. ദൈവത്തിനും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ കളക്ഷൻസ് നല്ല നല്ല അടിപൊളി പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ, നമുക്ക് ക്വാണ്ടിറ്റീസ് കുറവാണെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മാക്സിമം നമ്മൾ അതൊരു പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ചെക്ക് പാറ്റേൺ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെക്ക് പാറ്റേൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും ആണ് വന്നിരിക്കുന്നത്. ഷർട്ടിന്റെ മോഡലാണ്. മെറ്റീരിയൽ ഇതേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒട്ടും ട്രാൻസ്പെറന്റ് ഒന്നും അല്ല, നല്ല തിക്ക് ഫാബ്രിക് ആണ്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. അത്യാവശ്യം ലോങ് ലെങ്തിലാണ് ആ ഒരു ഷർട്ടിന്റെ ലെങ്തും കാര്യങ്ങളും വരുന്നത്. പക്ഷെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലാർജ് ആണ്. നമുക്ക് ഇതിന്റെ സൈസ് കിട്ടുന്നത് കേട്ടോ. ലാർജ് ആയിരിക്കും. നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു മാംഗോ യെല്ലോ ആണ് വരുന്നത്. ഭയങ്കര ബ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാ, ചിലർക്ക് ഇച്ചിരി ഇങ്ങനെയുള്ള ഷെയ്ഡ്സ് വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവുമല്ലോ ഇടാനായിട്ട്. പക്ഷെ ഇത് അങ്ങനല്ല, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത്. വിത്ത് വൈറ്റ് ഒരു കോളർ ഡീറ്റെയിലിങ്. പിന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഇത് കണ്ട നല്ലൊരു പിൻടെക് മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. സൈസസ് പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മളൊരു ഇന്നർ യൂസ് ചെയ്യണം കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒനിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ്. ഒരു നെക്ക് ഹൈ നെക്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് കണ്ടോ. ഫ്രണ്ട് പോർഷനിൽ ഈ ഡീറ്റെയിലിങ്, ബാക്ക് സൈഡിൽ ഇത് ഇങ്ങനെ വരും. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല, നല്ല തിക്ക് ഫാബ്രിക് ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെഷീൻ വാഷ് ഒന്നും ചെയ്താലും ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ്. ഇങ്ങനെയാണ് ലെങ്തും കാര്യങ്ങളും കണ്ടോ. ഹിപ്പൊക്കെ കവർ ചെയ്യുന്ന ലെങ്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിന് ലൂസ് ഫിറ്റ് ആയിരിക്കും, എക്സലിന് കംഫർട്ടബിൾ ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇതിങ്ങനെ ഇത് കണ്ടോ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ. നല്ല ഭംഗിയായിട്ടോ നേരിട്ട് കാണാനായിട്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. നമുക്കിതിങ്ങനെ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിടക്കും. പക്ക ഇൻട്രസ്റ്റ് വൈബിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്കൊരു ഡാർക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഒരു ഇങ്ങനെയാണ് അതിന്റെ കളർ ടോൺ വരുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ട്രാൻസ്പെറന്റ് അല്ല, തിക്ക് ഫാബ്രിക് ആണ്. സെന്ററിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്ലീവ് വരുമ്പോൾ നമുക്കൊരു ഫുൾ സ്ലീവിനടുത്തുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ്. സൈസസ് എക്സൽ ആണ് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡില് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് വരുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ. 8 ഇയേഴ്സ് ഒക്കെ മുതലുള്ള കുട്ടികൾക്ക്, ടീനേജേഴ്സ് കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ നല്ലൊരു ഐറ്റം ആണ്. ഇത് ഫുൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അടിപൊളി ഒരു കളക്ഷൻ ആണ്. മീഡിയം ലാർജ് ആണ് സൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഭയങ്കര ഡാർക്ക് ഗ്രീൻ അല്ല കേട്ടോ. ഒരു ഒലീവ് ഗ്രീൻ്റെ കുറച്ചും കൂടി ഒരു വ്യത്യാസത്തിലാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ. കംപ്ലീറ്റ്ലി ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഉണ്ട്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക് ആണ് വരുന്നത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. കോളർ ഡീറ്റെയിലിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ഫ്ലോയിങ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നതും എന്താ പറയുന്നത്, നമുക്കൊരു മൈൽഡ് ചോക്ലേറ്റ് ഷെയ്ഡിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. മൾട്ടി കളർ ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല, തിക്ക് ഫാബ്രിക് ആണ്. ഫ്രണ്ട് പോർഷനിൽ ഇത് ഈ ഒരു ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു 3 ബട്ടൺ ഉണ്ട്. അത് ഫുൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. സ്ലീവ് വരുമ്പോൾ നമുക്ക് ഫുൾ സ്ലീവിനടുത്തുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് ഐറ്റം ആണ്. ഷർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് നമുക്ക് ഇതെല്ലാം ഹിപ്പ് കവറേജ് ഉള്ള ലെങ്തും കാര്യങ്ങളും ഉണ്ട്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കോഫി ബ്രൗൺ അല്ല, ഇത്തിരി കൂടി ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡ്സിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു എന്താ പറയുക പേളിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ. അതിന്റെ ബാക്ക് നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. വളരെ സോഫ്റ്റ് ആണ്. നമുക്ക് ബോഡി ഫ്രണ്ട്ലി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. ഏത് ക്ലൈമറ്റിലും പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇങ്ങനെ ഫ്ലോയിങ് ഫാബ്രിക് ആണ്. സ്ലീവ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും സ്ലീവ് പാറ്റേൺ വരുന്നത്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടിപൊളി ഒരു സ്റ്റൈലിഷ് കളക്ഷൻ ആണ്. ഞാൻ
പറഞ്ഞല്ലോ കോഫി ബ്രൗണിന്റെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, ഭയങ്കര ഡാർക്ക് അല്ല കേട്ടോ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ്, ലാർജ് എക്സൽ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 370. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസ് ആണ്. എക്സലിന് ലൂസ് ഫിറ്റിൽ വരും, ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത്. നല്ലൊരു ഗ്രീനിഷ് ഷെയ്ഡാണ്. ഇത് വീഡിയോസിൽ വരുമ്പോൾ ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതിങ്ങനെയാണ് അതിന്റെ ഫാബ്രിക് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇത് നമുക്ക് ഇങ്ങനെ ഇത് കേട്ടോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫ്രില്ലാക്കാനും മോഡല് ഇങ്ങനെ, അതേപോലെ തന്നെ നമുക്ക് അത് വേണ്ടെങ്കിൽ മാറ്റാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ ഫുള്ളി ഓപ്പൺ ചെയ്യാം. സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. ഡബിൾ എക്സൽ ആണ് സൈസ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഷർട്ടിന്റെ മോഡലാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. പക്ഷെ ഇത് ഇങ്ങനെ ക്രഷ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്. അടിപൊളി ഫാബ്രിക്കാണ്. പക്ഷെ അകത്ത് ഇന്നേഴ്സ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സ്ലീവ് വരുമ്പോൾ അതേ ഒരു ഷോർട്ട് സ്ലീവ്, വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവ് പാറ്റേൺ കണ്ടോ. എൻഡിങ്ങിൽ എലാസ്റ്റിക് ഒക്കെ ഉണ്ട്. കോളർ വരുമ്പോൾ ബ്ലാക്ക് ആണ്. ബാക്ക് സൈഡിലേക്ക് ഇത് ഇങ്ങനെ വരും. നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഇത് ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, നമ്മുടെ ടാങ്ക് ടോപ്പ് പോലുള്ള ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടോ അത് ഇങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ പോകാനായിട്ടാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇതിനകത്ത് എനിക്ക് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ഇതിനകത്ത് ഇത് കണ്ടോ, നമ്മളത് ഇതിലായതുകൊണ്ടാണ് അത് കംഫർട്ടബിൾ ആയിട്ട് പിടിക്കാൻ പറ്റാത്ത കേട്ടോ. അത് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. അപ്പോൾ അകത്ത് നമുക്ക് അത് ഇന്നറും ആകും, എന്നാൽ നമുക്ക് ഓപ്പൺ ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റൈലായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. അടിപൊളി ജെറ്റ് ബ്ലാക്ക് ആണ്. നമുക്ക് കിട്ടുന്ന ബ്ലാക്ക് കളേഴ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാട്ടോ വന്നിരിക്കുന്നത്. ആഷും ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളർ ഷെയ്ഡുണ്ട്. പക്ഷെ ഇതെന്നൊക്കെ പറഞ്ഞാൽ പക്ക ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലായിരിക്കും. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആണ്. 2 സൈഡ്സിലായിട്ട് ഇങ്ങനെ ഒരു പിൻടെക് മോഡൽ വിത്ത് കണ്ടോ ആ ഒരു കോളർ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടോ. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. അടിപൊളിയാണ്. നെക്ക് ഡീപ്പ് നെക്കാന്ന് ആരും വിചാരിക്കരുത്. ഒട്ടും ഡീപ്പ് നെക്കല്ല, നോർമലി വന്നിരിക്കുന്ന നെക്കാണ്. സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവിനടുത്ത്, ഫുൾ സ്ലീവ് ഇല്ല, ഒരു 3/4 കുറച്ചും കൂടി കാണും. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. അടിപൊളി സ്റ്റൈലിഷ് ഐറ്റം ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിന് ലൂസും എക്സലിന് കംഫർട്ടബിൾ ആയിരിക്കും. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈലാക്ക് ഷെയ്ഡ് പോലെ വരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ്. സ്ലീവിന്റെ ഈ ഒരു പോർഷനിലായിട്ട് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്, കോളർ ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ബോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ചെറിയ രീതിയിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ, ഒരുപാടില്ല, ചെറിയ രീതിയിൽ. ലൈറ്റ് വെയിറ്റ് ആണ്. അകത്തൊരു ഇന്നേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സിംഗിൾ കളർ ആയതുകൊണ്ട് തന്നെ പ്രൈസ് റേഞ്ച് വരുന്നത് സൈസസ് സ്മോൾ മീഡിയം ഉണ്ട് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നല്ല ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. ഇങ്ങനത്തെ ഫാബ്രിക്സ് നമുക്ക് ഏത് ക്ലൈമറ്റിലും പോകും കേട്ടോ. അത്ര നല്ല ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക്കാണ് ഇത് വരുന്നത്. അതിൻ്റെ മോഡലും നല്ല പക്ക കൊറിയൻ മോഡൽസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇത്. ഇതൊക്കെയെന്ന് പറയുമ്പോണ്ടല്ലോ ആർക്ക് വെയർ ചെയ്താലും ഭയങ്കര രസമായിരിക്കും ഇത് കാണാൻ. ഒരു ക്യൂട്ട് സ്റ്റൈലായിരിക്കും ഇത് വെയർ ചെയ്താൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പിങ്കിഷ് പീച്ച് കളർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ക്ലോത്ത് തന്നെയാണ്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കോളർ പാറ്റേൺ ആണ്. സ്ലീവ് വരുമ്പോൾ ഡിഫറെൻറ്റ് സ്ലീവ് പാറ്റേൺ. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷനാണ്. സ്മോൾ മീഡിയം ആണ് സൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. റെഡിഷ് മെറൂൺ ആണ്. വീഡിയോസിൽ ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കളേഴ്സിലേക്ക് ഇതിൻ്റെ ഒരു കളർ പോകും. പക്ഷെ അങ്ങനല്ല. റെഡിഷ് മെറൂൺ എങ്ങനെയാണോ ആ ഒരു കളർ മാത്രമേ നമ്മൾ തിങ്ക് ചെയ്യാവുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ്. കോളർ ഡീറ്റെയിലിംഗ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. നെക്ക് വൈഡായി പോവോ ഒന്നുമില്ല. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആണ്. മീഡിയം ലാർജിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷർമെന്റ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390. വന്നിരിക്കുന്നതും അടിപൊളി ഒരു കളക്ഷനാണ്. മീഡിയം സൈസ്, സ്മോൾ മീഡിയം സൈസുകാർക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ കൊറിയൻ ആ ഒരു ലേഡീസൊക്കെ വെയർ ചെയ്തിരിക്കുന്ന എന്നാ സ്റ്റൈലായിട്ടാണെന്ന് അറിയോ വെയർ ചെയ്തിരിക്കുന്ന അടിപൊളി കളക്ഷനാണ്. മെറ്റീരിയലും അങ്ങനെ തന്നെ സ്മോൾ മീഡിയം ആണ് സൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. വന്നിരിക്കുന്നത് XL ഡബിൾ XL സൈസുകാർക്ക് പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ്. ഇതും നല്ല അടിപൊളി ഒരു മൈൽഡ് ചോക്ലേറ്റ് പോലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്. ബാക്ക് സൈഡിൽ ഹിഡൻ സിബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ XL ഡബിൾ XL ആണ് സൈസ് വരുന്നത്. നല്ല ലൂസ് ഫിറ്റിൽ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ XL ത്രിബിൾ XLകാർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ്. ഇതിന്റെ മെറ്റീരിയൽ
എന്ന ക്വാളിറ്റി എന്നറിയാം, ഇതെനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക്കാണ്. നോക്കിക്കേ എന്ന സോഫ്റ്റ് എന്നറിയോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യും. ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ, അബ്രോഡൊക്കെ പോകുന്നവർക്കും അവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല തിക്ക് ഫാബ്രിക്കാണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിലെ ബട്ടൺ ഫുള്ളി ഓപ്പൺ ചെയ്യാം. നല്ല പ്യുവർ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സൈസസ് 3XL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 390. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ ഇത് ഈ ഒരു ഡിസൈൻ ആണ്. ഷർട്ടിന്റെ മോഡലാണ്. ചൈനീസ് നെക്കാണ് വരുന്നത്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് XL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, നല്ല സോഫ്റ്റ് ആൻഡ് റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ആണ്. നമുക്ക് ഇതൊക്കെ ഏത് ക്ലൈമറ്റിലും പോകുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. നല്ലൊരു പഫ് സ്ലീവ് ആണ്. കണ്ട ഒരു എൽബോ സ്ലീവ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഉണ്ട്. സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. ക്യൂട്ട് കളക്ഷൻ ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് XL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 375. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിംഗിൾ കളറിൽ വരുന്ന ഒരു മെറൂൺ കളറാണ് കേട്ടോ. ഡാർക്ക് മെറൂൺ ആണ്. റെഡ് അല്ല, ഡാർക്ക് മെറൂൺ. റെഡുമായിട്ട് യാതൊരു ബന്ധമില്ല. കളർ ഡിഫറൻസ് കണ്ടോ. ഇത് റെഡിഷ് ആണ്, ഇത് പക്ക മെറൂൺ ആണ്. ഇതെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരു ബ്രൗൺ കയറുന്ന ടൈപ്പായിട്ടുള്ള മെറൂണിഷ് ഷെയ്ഡാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ. കളറിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഹൈനെക്കാണ്, ബാക്കിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ്. സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നമുക്ക് പോൾക്ക ഡോട്ടിന്റെ ഒരുപാട് എൻക്വയറി ഉണ്ടാവാറുണ്ട് കേട്ടോ. നമുക്ക് അപ്പോൾ പോൾക്ക ഡോട്ടിന്റെ കുറച്ച് ഐറ്റംസ് നമുക്ക് ഒരു സിമിലാരിറ്റി ഉള്ള കുറച്ച് കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാവേ. ഇത് വരുന്നത് കണ്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു ബനിയൻ പോലെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഷ്രഗ് പോലെ യൂസ് ചെയ്യാനാണ് ഇത് പറ്റുന്നത്. അതായത് നമ്മൾ നോർമലി ബ്ലാക്ക് ബനിയൻസോ ഒക്കെ യൂസ് ചെയ്യത്തില്ല, അതിന്റെ മുകളിൽ ഷ്രഗ് പോലെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് പോർഷനിൽ ബട്ടൺ ഡീറ്റെയിലിംഗ് ആണ്. ബാക്ക് സൈഡ് കണ്ടോ, ഇതാണ് ബാക്ക് സൈഡിന്റെ ലെങ്ത് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലോട്ടൊരു കണ്ടോ ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇടുന്നത്. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളൊരു ഷ്രഗ് വെയർ ചെയ്തിരിക്കുന്ന പോലെ തോന്നും. അകത്ത് നമ്മളൊരു ബനിയൻ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സൈസസ് ഒരു ഫ്രീ സൈസ്, ഏത് സൈസുകാർക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പ്രൈസ് റേഞ്ച് വരുന്നത് 120. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്ക ഡിസൈൻ. വൈറ്റും ബ്ലാക്കും ആണ് ഡിസൈൻസ് വരുന്നത് കണ്ടോ. സ്ലീവ് ഒക്കെ അടിപൊളി ഒരു സ്ലീവ് പാറ്റേൺ. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡീറ്റെയിലിംഗ്, ബാക്കിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. സ്റ്റൈലിഷ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. സ്മോൾ ആണ് സൈസ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് അല്ല കേട്ടോ. ഈ ഒരു കളർ വൈറ്റ് അല്ല, ഇതിൽ ചെറിയ രീതിയിൽ ഒരു ബ്ലൂ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ഓഷ്യൻ ബ്ലൂ ആ ഒരു കളർ ചെറിയ രീതിയിൽ കയറിയിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിനകം വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ഡീറ്റെയിലിംഗ്. ഇതൊക്കെ കണ്ടോ നല്ല ക്യൂട്ട് കളക്ഷൻ അല്ലേ. എന്നാ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളേഴ്സും കളക്ഷനും ആണെന്നറിയോ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇത് കണ്ടോ. ഇതൊരു ഓർഗൻസ ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഇന്നർ യൂസ് ചെയ്യണം. കൊച്ചു കുട്ടികൾ, സ്മോൾ സൈസസിലൊക്കെയുള്ള കുട്ടികൾക്ക് അടിപൊളിയാണ്. പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത് 150 ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് XL XXL സൈസസ് ആണ്. ഇത് വരുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ ഇങ്ങനെ ഒരു മൾ ചന്തേരി ടൈപ്പ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് ചിക്കു ഷെയ്ഡിൽ ഒരു ഗ്രേ കളറിലെ ഒരു പോൾക്ക ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഈ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സൈസസ് XL ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 250. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കണ്ടോ. പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ല മോഡേൺ ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. കളർ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ കളർ, അടിപൊളി കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സൈസസ് മീഡിയം ആണ്, മീഡിയം ലാർജ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. സോഫ്റ്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മെറ്റീരിയൽ എല്ലാം കൂടെ ഇത്രയും ഉണ്ടാവുള്ളൂ. അത്ര ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ്. വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. നമുക്കിത് വെയർ ചെയ്തിട്ടുണ്ടെന്നേ തോന്നത്തില്ല. അത്ര ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് ഇത് വരുന്നത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷനിലെ ബട്ടൺ ഫുള്ളി നമുക്ക് ഓപ്പൺ ചെയ്യാം. ദേ കണ്ടോ ഇന്ന അടിപൊളി കളക്ഷൻ ആണെന്നറിയോ. സൈസസ് XL ആണ് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 325. പിന്നെ സ്മോൾ സൈസസിൽ വരുന്നത് സ്ട്രെച്ചബിൾ ക്വാളിറ്റിയിൽ വരുന്ന പോൾക്ക ഡിസൈൻ ആണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇത് വരുമ്പോൾ നമുക്കൊരു ഹൈനെക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇത് ഇങ്ങനെ വരും. നല്ല ഷേപ്പിൽ കിടക്കുന്ന റൈറ്റ് ആണ്. ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാം. സൈസസ് സ്മോൾ ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 325. നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ മീഡിയം സൈസസിൽ സ്ട്രെയിറ്റ് ലൈൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. കുറേ പേര് സ്മോൾ സൈസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവൈലബിൾ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 325. ഇതുമൊക്കെ സ്മോൾ മീഡിയം സൈസസിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് റിച്ച് ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക്സ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350 ആണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു മസ്റ്റേർഡ് യെല്ലോയിൽ ഷർട്ടിന്റെ ഡീറ്റെയിലിംഗ് ആണ് കണ്ടോ.
ഷർട്ട് കണ്ടോ, നല്ല റിച്ച് ക്വാളിറ്റിയിലാണ് വരുന്നത്. ഒട്ടും ട്രാൻസ്പെറൻറ്റോ കാര്യങ്ങളൊന്നും അല്ല, നല്ല കളർ ഷെയ്ഡാണ്. സൈസസ് വരുന്നത് സ്മോൾ ആണ് കേട്ടോ. പ്രൈസ് റേഞ്ച് വരുന്നത് 350. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 10 ഇയേഴ്സ് ഒക്കെ ഉള്ള മുതലുള്ള കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന മെഷർമെന്റ് ആണ്. ഇരിക്കുന്നത് ലാർജ് സൈസുകാർക്ക് പറ്റിയ ഒരു കളക്ഷൻ ആണ്. ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത്. ഒട്ടും ട്രാൻസ്പെറൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അകത്ത് ഇന്നേഴ്സ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഫ്ലോയിങ് ഫാബ്രിക് ആണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയത്തിലും ലാർജിനും യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് വരുന്നത് 350. പിന്നെ ഇതൊക്കെ വരുന്നതും നല്ല ഒരു സ്മോൾ സൈസസിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് നല്ലൊരു ഷർട്ടിന്റെ മോഡലാണ്. എക്സ്ട്രാ സ്മോൾ സൈസസിലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് വരുമ്പോഴും അങ്ങനെ എക്സ്ട്രാ സ്മോൾ സൈസസിന് പറ്റുന്ന ഒരു ഐറ്റം ആണ്. സൈസസ് കേട്ടോ. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 325 ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 299. പിന്നെ വരുന്നതും എക്സ്ട്രാ സ്മോൾ സൈസസിനും പറ്റിയ കളക്ഷനാണ്. പിങ്കിഷ് കളർ ഷെയ്ഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു 3 പീസ് നമുക്ക് ഇതിന്റെ കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ സ്മോളും ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 350. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക. അത് മാത്രമല്ല, ഇപ്പം നമുക്കൊക്കെ ഇപ്പോൾ ഓണം ടൈമിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക. അടുത്ത ദിവസത്തെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.